സോ ഹലോ ഗൈസ്, അപ്പം നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് സർവൈവൽ ഡിസ്പ്ലേസിൻ്റെ പാർട്ട് 5 ആയിട്ട് പാർട്ട് 4 ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണുക. എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, പോയി കണ്ടാൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സ്പ്ലനേഷൻ തരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അന്നേരം ഒരു കൗ ഫാം റെഡിയാക്കിയായിരുന്നു, ഓട്ടോമാറ്റിക് കൗ ഫാം. അതിപ്പോൾ ചെറുതായിട്ടേ വർക്കാവുന്നെങ്കിൽ ആവുന്നുള്ളൂ, അത് വേറെ കാര്യം. അയ്യോ, എന്തിനാണ് അതിപ്പോൾ സോറി പോട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു ടൈഗർ ബയം ഗൈസ്. അപ്പോൾ ടൈഗർ ബയം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഞാൻ ട്രീ കളക്ട് ചെയ്യാൻ പോയപ്പോൾ ആണ് കണ്ടത്. അപ്പോൾ നേരെ അപ്പോൾ വീഡിയോയിലിട്ട് കിടക്കാം. വീഡിയോയിലിട്ടാണ് തോന്നുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് കിടക്കാം. വീഡിയോയിലിട്ട് കടന്നു ഗൈസ്, അത് വേറെ കാര്യം. ഓക്കെ, എന്തുവാണിത്? കിടക്കാൻ പറ്റാത്ത എന്താണ് കിടക്കാൻ പറ്റാത്തത്? കിടക്കടാ, എനിക്കെന്നെ ഉറക്കം വരുത്തില്ലടാ. എടാ ഉറങ്ങടാ, ഇവനെന്നെ ഉറക്കം വരാത്ത. എടാ ആൽബിനെ കിടന്ന് ഉറങ്ങടാ, രാത്രിയായി. കിടന്നിറങ്ങി, അനുസരണം വേണം അതേക്കോട്ട്. ഓക്കെ, നമുക്കിപ്പോൾ എക്സ്പ്ലോറേഷന് പോവാം. അതിന് വേണ്ടി കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് മുണങ്ങിക്കോട്ടെ. ഓക്കെ, മഴ ഈ പന്നമ്പഴത്തെ മഴയൊക്കെ വരെ മഴയ്ക്ക് ഇന്നലെ വല്ലെണ്ണായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലേ മഴ, ചീറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. നല്ല മഴയാ, പുറത്ത് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. സൗണ്ട് ഇച്ചിരി കുറച്ചിട്ടേക്കാം. കേൾക്കുന്നവർക്ക് അത്രയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെ വീട്ടിൽ കാലങ്ങളിലൊക്കെ അവിടെ എന്താ പറയുക, കൺസറാക്കാൻ ടൈമാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇച്ചിരി മൈനിങ്ങിന് പോയാലാണെന്ന് വിചാരിക്കണേ. അപ്പോൾ നാളെ നമുക്ക് എക്സ്പ്ലോറേഷന് പോവാം. ഇന്ന് നമുക്ക് മൈൻ ചെയ്യാൻ പോവാം. അടുത്ത വീഡിയോ നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ആയാലോ. ചുവാർ ജെയ്സ് ഇവിടെ 66 ആവുന്നില്ലേ. നമ്മളെല്ലാം ഒരു ടൂൾസ് ഒപ്പിക്കാൻ പോവാണ്. ഒരു പിക്കെക്സ് മാത്രം നമുക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പിക്കെക്സ് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. 2 നമുക്ക് മറ്റേ എന്താ പറയുക, മറ്റേ ആ ടേബിൾ എന്താ പറയുക, എൻ്റെ ടേബിളാണ്, എൻജോയ്മെൻറ്റ് ടേബിളാ എന്ത് തന്നെ, എന്തോ ഒരു സാധനം അത് ഓക്കെ, അതപ്പോൾ നമുക്ക് റെഡിയാക്കണം. നമുക്കപ്പോൾ ഒരു പിക്കെക്സ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, നമ്മുടെ ഈ സർവൈവൽ ഡിസ്പ്ലേയുടെ ഫസ്റ്റത്തെ ഡയമണ്ട് പിക്കാക്സ് അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പിക്കാക്സ് അവിടെ നോട്ട് കുഴപ്പമൊന്നുമില്ല. മഴയത്തൊന്നും എനിക്ക് ഇഷ്ടമല്ല. പനി പിടിക്കും. പനി പിടിച്ചാൽ പിന്നെ ആരും നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലൊന്നും ഇല്ല, അത് വേറെ കാര്യം. ഫിസിക്സ് മോഡൊന്നും ഇല്ല. നമ്മുടെ മേളിലൊരു ഹെൽമെറ്റ് ഇരിപ്പുണ്ട്, അതിന് എന്തോ പിന്നെ വേണ്ടത്. നമ്മുടെ കൗ ഫാം റെഡി ആയിട്ടില്ല, ഇച്ചിരൂടെ റെഡി ആവണം. ഇതുകൊണ്ട് ഇച്ചിരി കുറേ പേരെ ഒപ്പിച്ചിട്ടുണ്ട്, ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല ഇതിനകത്ത്. ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടില്ല, ഏൽപ്പിച്ചിട്ടൊന്നും അല്ലായിരുന്നു കേസ്. ഞാൻ നേരത്തെ അവന്മാരെ കണ്ട് കൊന്നിട്ട് ഞാൻ എന്നോട് വെച്ചായിരുന്നു. നേരെ നമുക്ക് 5 കിട്ടി. നമ്മുടെ കയ്യിലുള്ള ഇച്ചിരി കുക്ക് ചെയ്യാൻ ഇച്ചിരി കിട്ടും. ഓക്കെ, നമുക്കൊരു വാട്ടർ ബക്കറ്റ് വേണം. അതുകൊണ്ട് തന്നെ ഒരു അയൺ ഷവലും കൂടെ വേണമായിരുന്നു. വേണ്ട, അയൺ ഷവലൊന്നും എനിക്ക് വേണ്ട ഇപ്പോൾ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ മതിയായിരിക്കും പോവാണെങ്കിൽ. എന്താ വേണ്ട ഇനി? ബെഡ് വേണോടാ? ബെഡ് വേണോ? ഒരു ടെമ്പററി ബെഡ് ഉണ്ടാക്കിയേക്കാലേ. എൻ്റെ അടുത്ത് 2 ഉണ്ട്. ഇവിടെ 3 ഇപ്പോൾ ഉണ്ടായിരുന്നല്ലേ. 3 വെക്കുമ്പോഴല്ലേ ബെഡ് ഉണ്ടാവുന്നത്. ഒരു ബെഡ് റെഡിയാക്കിയേക്കാം. ഓക്കെ, നമുക്ക് എക്സ്പ്ലോറേഷന് പോകണ്ടല്ലേ, അതിനാണ് ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കിയത്. നമ്മൾ എക്സ്പ്ലോറേഷന് പോകുമ്പോൾ നമ്മുടെ എന്താ പറയുക, എക്സ്പെൻസ് ആയിട്ടുള്ള സാധനം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പോകണമെന്നല്ല പറയണ്ടേ. അതുകൊണ്ട് വെറുതെ കളയണ്ട, ചത്ത് കഴിഞ്ഞാൽ എല്ലാം ഡ്രോപ്പായി പോകും. അതുകൊണ്ടാണ് ഗൈസ്, നിങ്ങൾക്ക് ഞാൻ സത്യസന്ധത കാണിക്കണം. ഞാൻ ഇതിനകത്ത് സർവൈവലാണ്. ഈ സർവൈവൽ മാത്രമാണ്, ഇതൊരു ക്രിയേറ്റീവേ അല്ല. നിങ്ങൾ നോക്കിക്കോ. ഇതേ ക്രിയേറ്റീവ് കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്, ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നോക്കി ഗൈസ്. ഇപ്പം ചീറ്റ് യൂസ് ചെയ്തിട്ടേ ഇല്ല. എത്ര ദിവസമായി യൂസ് ചെയ്തിട്ട്? പക്ഷേ ഞാൻ യൂസ് ചെയ്തില്ല, കാണിച്ചു തരാം. ചീറ്റ് യൂസ് ചെയ്തിട്ടേ ഇല്ല. നോക്ക് നിങ്ങൾ തന്നെ നോക്ക്. ആക്റ്റീവ് ചീറ്റ്സ് ഞാൻ ചെയ്യുന്നില്ല. അത്
ചെയ്ത് നിങ്ങളായിരിക്കും കമൻറ്റ് പോയി നിങ്ങളെ കുറ്റം പറയുന്നത്. അതിനെ റെഡി ആയി നമുക്ക് അങ്ങോട്ടൊരു ബ്രിഡ്ജ് റെഡി. ഞാൻ മറ്റേ എന്തുവാ എൻ്റെ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ചുമ്മാ ഒന്ന് അഡ്വഞ്ചർ ചെയ്ത് നോക്കിയതാണ് ക്രിയേറ്റീവ് ആക്കിയിട്ടേ. ഇത് ക്രിയേറ്റീവ് ചെയ്താണ് സർവൈവലാണ്, റിയൽ സർവൈവൽ. ഇതിൻ്റെ തന്നെ ഒരു കോപ്പി റെഡി ആക്കിയിട്ടുണ്ടായി ഞാൻ. അതിനകത്ത് പോയി ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. ഒരു വില്ലേജും കണ്ടില്ല, ഒരു കൂപ്പും കണ്ടില്ല. അന്നേരം ഒന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ആ ടൈഗർ ബയം ഒന്നൊരു എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ മൊത്തം മഴയാണ്. കേൾക്കുന്നുണ്ടോ? മഴയെ തന്നെ കേൾക്കുന്നുണ്ടോ? മഴയിൽ തന്നെ പോയാലല്ലേ? വേണ്ട, മഴ എനിക്ക് ഇഷ്ടമല്ല. പണ്ടേ എനിക്ക് ഇഷ്ടമല്ല മഴ. ഇനിയും മഴ എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിയിട്ട് മഴ പോയാലേ നമ്മളൊന്ന് റീസ്റ്റാർട്ട് ആക്കേണ്ടി വരും നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡ്. ഹായ് കുതിര മച്ചാൻ, ഹായ്. എനിക്ക് മഴ ഇഷ്ടമല്ല. ഈ മൈൻക്രാഫ്റ്റിൽ ഏറ്റവും ഇഷ്ടമല്ല സാധനം ഈ മഴയാണ്. മഴ എന്തിനാണ് നിർമ്മിച്ചത്? മൊജാങ്ക് ഇങ്ങനെ നിർമ്മിക്കരുത്. മഴ നിർത്തുക. അടുത്ത അപ്ഡേറ്റെങ്കിലും മഴ നിർത്തുക. എങ്ങാനും പനി പിടിച്ച് ആശുപത്രിയിൽ പോകണ്ടായാലും അതൊരു ആശുപത്രിയൊന്നും ഇല്ല, അവൾ തന്നെ പണീൻ്റെ വരും. അത് വേറെ കാര്യം. നമുക്കിനി ബിൽഡൊക്കെ റെഡി ആക്കാൻ വേണ്ടിയാണ് ടൈഗർ ബയോമിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക സ്പ്രൂസ് നമുക്ക് കളക്ട് ചെയ്യണം. ഒരു 38 എണ്ണം കളക്ട് ചെയ്തിട്ട് വരാം. പിന്നെ മറ്റേ സാപ്ലിങ്സും വേണം, ഒരു 5-8 എണ്ണം എടുക്കാം മീസ്. എന്നാലും നമുക്ക് വലിയ ട്രീ ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്കൊരു സ്പ്രൂസ് ഫാർം റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ മൊത്തം മഴയാണ്. ഹായ് മച്ചാൻ, പശുമച്ചാൻ. ഹായ് പശുമച്ചാൻ എന്നേ പറഞ്ഞു. ഞാനെന്താ നമ്മുടെ അപ്ഡേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്ലവർ പോട്ട് റെഡിയാക്കി. നമ്മൾ ഫ്ലവർ കൊണ്ട് വെച്ചില്ല. മെയിൻ കാര്യം ഫ്ലവർ കൊണ്ട് വെച്ചില്ല. എന്തുവാടാ ഫ്ലവർ പോട്ട് മാത്രമല്ല, നമ്മുടെ ഈ പോണി തന്നെ വെച്ചേക്ക. പൊന്നി സ്വന്തം പറയാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പോലും. വെക്കടാ ചേട്ടാ, വെക്കടാ. ചെറിയ പൂക്കൾ മാത്രം വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ചെറിയ പൂക്കൾ മാത്രം എന്തോ പറ്റത്തേ. ഓക്കെ, ചെറിയ പൂക്കൾ ഇവിടെ ഉണ്ടാവുക. ഇവിടെ സ്ലൈംബിൾസ് മാത്രമേ മണ്ടയ്ക്കുണ്ടാവുക. ഇവിടെ 2 ഉണ്ടരിപ്പുണ്ട്, ഇവിടെ ഉണ്ടാവുക. മരമെങ്കിൽ മരം മാത്രം നട്ടു വെക്കാൻ പറ്റുള്ളൂ മോനെ. അൽബിനെ എടുത്ത് വെച്ചോ. ഇതെങ്ങനെയുണ്ട്? കൊള്ളയില്ല, അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെ നിങ്ങളുടെ ഇത് കമൻറ്റ് ചെയ്യുക. എനിക്കെന്താടാ തെറ്റിപ്പോന്നേ? എനിക്കെന്താ തെറ്റിപ്പോന്നേ? എല്ലാം തെറ്റാണ്ടുണ്ടല്ലോ, എനിക്ക് മാത്രം തെറ്റുന്നു. എന്തിനാണത്? കിടന്നുറങ്ങാനും പറ്റുന്നില്ല, വെളിയിലോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. എന്തോ കഷ്ടമാണെന്ന് നോക്ക്. നാളെ ആയാലും ഈ മഴ നിൽക്കത്തുള്ളൂ. നമ്മുടെ റിയൽ ലൈഫിലത്തെ കൂട്ടലും മഴയൊന്നുമല്ല. റിയൽ ലൈഫ് മഴയൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അകത്തിരിക്കുന്നതുകൊണ്ട് അത് കേൾക്കുന്നില്ല. ട്രൈഡൻറ്റ് പോകുന്നടാ. ഇത് മറ്റവരല്ലേ? ഇവരെങ്ങനെ ഇവിടെ വന്നേ? ഇത് ഇവരെങ്ങനെയാണ് ഇവിടെ വന്നേ? വില്ലേജ് ഇവിടെ ഇല്ലല്ലോ. നാളിപ്പോൾ അവർ അറ്റാക്ക് ചെയ്യണോ? ബോട്ടിൽ കൊണ്ട് ഇവിടെ ഇരുത്തായിരുന്നു. മറ്റേ വില്ലേജറല്ലേ ഇത്? അവിടെ 2-3 പേരൊക്കെ ഇരിക്കുന്നു. ഇതിന് ഇത്ര പേര്? എങ്ങോട്ടാ? ഇങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് നിങ്ങള് ഒരു ബോട്ട് റെഡിയിട്ട് അവനെ മാത്രം ഒന്ന് നിർത്തായിരുന്നു ഇവിടെ. നമ്മുടെ ബോട്ടുണ്ടെങ്കിൽ ഒരു ബോട്ട് റെഡിയാക്കി അവന്മാരെ ഒരാളെ മാത്രം ആ തൊപ്പി വെച്ചേക്കണ മാത്രം കൊല്ലണ്ടായിരുന്നു. ഭാവിയിൽ ആവശ്യം വരുമോ? ബോട്ടുണ്ടാക്കണേ. BOAT
ഷവറിനോട് ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ റെഡിയാക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. എവിടാ നിന്റെ ആയുധങ്ങൾ? എവിടെടാ? എന്തിനാ നിനക്ക്? എന്തരാ? അവന് പേടിച്ച് മുള്ളി എന്നെ കണ്ടപ്പോ. നിന്റെ അവൻ എന്തിയടാ? നിന്റെ കൂടെയുള്ളവൻ എന്തിയടാ? കൂടെയുള്ളവനെ കാണാനില്ലല്ലോ. അവനെന്ത് ഡിസ്പോണായോ? ഡിസ്പോണായെന്ന് പറയരുത്. ഡിസ്പോണെന്ന് പറയില്ലേ, എനിക്ക് വിഷമാവും. കള്ളപ്പന്നി ഡിസ്പോണായി. രാത്രിയാവുന്നു ഇവിടെ. എന്തോ കഷ്ടമാണെന്ന് നോക്ക്. ഇത്ര ബോട്ട് റെഡിയാക്കിയിട്ട് എന്തുവാന്ന് നോക്കുക. എനിക്കൊരു ലക്കും ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി എനിക്ക്. നാളെ എങ്ങനെ കണ്ടായിരുന്നെങ്കിൽ ഇച്ചിരോട് നല്ലതായിരുന്നു. നാളെ കാണാൻ പറ്റുമോ? മഴ പോയില്ലേ? മഴ പോയേ. അവരെന്തിയടാ പോയാ? എന്തിടാ അവൻ? നീയൊക്കെ തട്ടിക്കൊണ്ട് പോയാ? അവനുണ്ടായിരുന്നു നമുക്ക്. പറഞ്ഞു എനിക്കൊരു ലക്കില്ലെന്ന്. ഇവിടെ കാണുമോ? അല്ല, ഇവിടെ അതൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ വരുന്നേ അവന്മാര്? അങ്ങനെ നമ്മുടെ വേൾഡിൽ ഒരു വശം വരുമായിരിക്കും അത്. എനിക്കതാണ് തോന്നണേ. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഇവിടെ എന്തോ കഷ്ടമാണ് അത്. അവിടെ മുമ്പസ്ഥയിലുണ്ടാവുകയോ? ഇവിടെ കാണത്തില്ലായിരിക്കും. നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് നേരെ അവിടെ പോകണം. അപ്പോൾ അങ്ങോട്ട് നേരെ അങ്ങ് പോവാല്ലേ? പോവാം. ഓക്കെ. അയ്യോ, ടെമ്പററി ബ്ലോക്ക് എടുത്തില്ല. ഇനി ഈ വുഡ് കളക്ട് ചെയ്യാം. മൊത്തം പ്ലാങ്ക്സ് ആക്കാം. കണ്ട അവിടെ ഒരു ഇതിൽ ഭയമില്ല. കണ്ട അവിടെയാണ് നമ്മളിന്ന് പോണേ. നമുക്ക് ഇതൊന്നും ബ്ലാങ്ക്സ് ആക്കണം, എന്നാലും അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്ക്രീൻഷോട്ട് എടുക്കാമായിരുന്നു, പക്ഷെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ല. സ്ക്രീൻഷോ എന്താടാ ഈ പറയണേ? എനിക്ക് എന്താ പറയണേ ഗായ്സ്? എനിക്ക് വട്ടായ. ഇതെങ്ങനെ ഇപ്പം കയറുക മലയിലോട്ട്? ആ വഴിയോട്ട് ഗ്യാപ്പിലോട്ട് കയറിയാലോ? ഈ ഏരിയയിലോട്ട് പതിയെ പോവാം. പതിയെ കയറാം. ഇല്ല, അത്യാവശ്യമൊന്നും ഇല്ല. പതിയെ കയറൂ. അൽബിനഷി പതിയെ കയറൂ. അൽബിനഷി ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആണ് ഇവിടെ. പക്ഷെ ഞാൻ കളക്ട് ചെയ്യട്ടെ. ഇത് കളക്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ സ്പ്രൂസ് ബയോമിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ, നമ്മുടെ അതൊന്ന് ഓർത്തിക്കൊള്ളണം. എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊരു ബോധമൊന്നുമില്ല. സ്പ്രൂസിൻ്റെ വല്ല ഇച്ചിരി എന്തെങ്കിലുമൊക്കെ. ഒന്നും കിട്ടുന്നും കൂടെ ഇല്ല. സ്പ്രൂസ് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സ്പാപ്ലിങ് കിട്ടുന്നില്ല. ഒരു കുന്താൻ കിട്ടുന്നില്ല. ഒറ്റ സാപ്ലിങ്ങിന് മതി. ഇതിനെ ഒറ്റ സാപ്ലിങ് കൂടി കിട്ടുന്നില്ല. കിട്ടി. അത് സ്റ്റിക്കായിരുന്നു. സ്റ്റിക്ക് വെച്ച് എന്ത് ചെയ്യാനാ? ഭണ്ഡാരം. ഇത് എവിടെടാ? അത് എനിക്ക് മനസ്സിലാവുന്ന ദേഷ്യം പിടിക്കുന്നു എനിക്ക്.
കിട്ടിയാ എനിക്കെന്നാ കിട്ടാത്ത പണ്ടാരം. രാജാവ് തുള്ളി, ഭൃത്യൻ തുള്ളി. ഒന്ന് കിട്ടി. രണ്ട് കിട്ടിയില്ല. നമ്മളെ ഭയം തരുന്നതാ. ഒന്നെങ്കിലും കിട്ടി, അതെങ്കിലും ഭാഗ്യം തന്നെ. രാജാവ് തുള്ളി, ഭൃത്യൻ തുള്ളി. ഇനി നമുക്ക് പോവാല്ലേ. പോവാ. ഞാൻ പോവാണ്. നേരെടുത്ത് അടിക്കും എൻ്റെ മോനെ. സീന് തന്നെ സീന്. അര നിന്റെ തേങ്ങാണ്ടി. വാപ്പാൻ്റെ ഉസ്കാൻ്റെ മോള. വീടെങ്ങോട്ടായിരുന്നു? ഈ വഴിയാണ്. പേടിക്കണ്ട ആവശ്യം ഇല്ല. നമ്മുടെ വീടെത്തി. വെറുതെ നമ്മളെ ബെഡൊക്കെ എടുത്തു. നമ്മളപ്പോൾ പില്ലേജറിനെ വന്നിട്ടുണ്ട്. പില്ലേജറിനെ വന്നില്ലേ, മറ്റൊന്നിനും കിട്ടിയില്ലെങ്കിലും നമ്മൾ പില്ലേജറിനെ വന്നു. അത് വേറെ ലെവലല്ലേ. വേറെ ലെവല്. വെറുതെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നമുക്ക് ഗൈസ്. വെറുതെ സ്പേസ് കൂട്ടുന്നുണ്ട്. എന്തോ പറ്റിയേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. ഞാൻ എടുത്ത വീഡിയോയിലെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. നാളെ കാണാം.